عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സത്യവിശ്വാസി സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കണമേ എന്ന് ആമുഖമായിക്കൊണ്ട് ഉണർത്തുകയാണ്, ദീനിന്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ നാളെ റബ്ബിനെ മുത്തഖീങ്ങളായിക്കൊണ്ട് കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ വിരുദ്ധം അല്ലാഹു സ്വാലിഹായിട്ടുള്ളൊരു കർമ്മമായിക്കൊണ്ട് നമ്മൾ ഇന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ ഖുർആനിനെ സംബന്ധിച്ചും അത് ഈ മാസത്തിൽ എത്രത്തോളം അതിന് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ചുമാണ് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസവും അള്ളാഹുവിന്റെ സംസാരമായിട്ടുള്ള ഖുർആനും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞിട്ടുള്ള പ്രവാചകന്മാർക്ക് അവരുടെ വേദഗ്രന്ഥങ്ങൾ അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അദ്ദേഹത്തിന്റെ സ്വഹ്ഫുകൾ, ഏടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തിട്ടുള്ളത് ഈ റമദാൻ മാസത്തിന്റെ തുടക്കത്തിലാണ്. അതുപോലെ തന്നെ ഇഞ്ചീലും തൗറാത്തും സബൂറും എല്ലാം ഈ റമദാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തിട്ടുള്ളത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കി കൊടുത്തിട്ടുള്ളത് റമദാനിലെ അവസാന ഭാഗത്താണ്. അതാണ് നമ്മൾ ലൈലത്തുൽ ഖദർ എന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു രാത്രിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ആ രാത്രി വിശേഷിപ്പിച്ചിട്ടുള്ളതും മുബാറക്കായിട്ടുള്ള ബറക്കത്താക്കപ്പെട്ടിട്ടുള്ള രാവ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനോട്, നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്തിട്ടുള്ള ആകാശത്തിലേക്ക്, ഏഴാൻ ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ മൊത്തമായിക്കൊണ്ട് ഇറക്കുകയും എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് ലഭിച്ചതിന് ശേഷം ആ സമയത്ത് പിന്നീടുള്ള 23 വർഷക്കാലത്തേക്കുള്ള സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ചാണ് അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഇറക്കി കൊടുത്തത്. ഏഴാൻ ആകാശത്തേക്ക് മൊത്തമായിക്കൊണ്ട് ഖുർആനിനെ ഇറക്കിയതാണ് ലൈലത്തുൽ ഖദറിൽ എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിലൂടെ പറഞ്ഞു, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ശഹ്റു റമദാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസത്തെ കുറിച്ച് പറഞ്ഞത് തന്നെ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അത് ഇറക്കിയിട്ടുള്ള മാസമാണ് ഈ റമദാൻ മാസം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ റമദാൻ മാസത്ത് ഈ ഖുർആനുമായി കൊണ്ടുള്ള ബന്ധം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഏത് രൂപത്തിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിനെ ഈ മാസത്ത് കണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമാം ബുഖാരി അടക്കമുള്ള ഒരുപാട് ഹദീസ് നിവേദകർ ഉദ്ധരിച്ച ഹദീസിൽ കാണുവാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലായി കഴിഞ്ഞാൽ വകാന ജിബ്രീൽ യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ ഫയുദാരിസുൽ ഖുർആൻ. സ്വല്പം സുദീർഘമായിട്ടുള്ള ഹദീസാണെങ്കിലും അതിനിടക്ക് അവർ പറയുന്നത് ഇങ്ങനെയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റമദാൻ മാസത്തിലെ ഓരോ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരികയും എന്നിട്ട് അവർ പരസ്പരം ഖുർആനിനെ പഠിക്കുകയും പാരായണം ചെയ്യുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിഫ്ളിനെ, മനപ്പാടത്തെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിശോധിക്കുകയും ചെയ്യുമായിരുന്നു.
ഹദീസിൽ കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന് തൊട്ടു മുമ്പുള്ള റമദാനിൽ, അതുപോലെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പൂർണ്ണമായി കൊണ്ടും സാധാരണ ഒരു തവണയാണ് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പേ 2 തവണ ഇത്തരത്തിൽ പരസ്പരം പാരായണം ചെയ്യുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിഫ്ദ് മനപ്പാഠം അത് പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതെല്ലാം ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ നേതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യത്തിന് അത്രമേൽ ശ്രദ്ധ കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എങ്ങനെയായിരുന്നു അവിടുത്തെ സഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും, അതുപോലെ ദീൻ പഠിച്ചിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും, അതുപോലെ ഈ മതത്തിന്റെ കാര്യങ്ങൾ നേരിട്ട് ഉൾക്കൊണ്ടിട്ടുള്ള സഹാബാക്കളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിന് ഏത് രൂപത്തിലായിരുന്നോ അതിന് പ്രാധാന്യം കൽപ്പിച്ചത്, അതുപോലെ അവരുടെ ജീവിതത്തിലും അവർ പിൻപറ്റി എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ഓരോ ദിവസവും അദ്ദേഹം ഖുർആനിനെ പൂർണ്ണമായി കൊണ്ട് പാരായണം ചെയ്യുമായിരുന്നു. ഓരോ ദിവസവും പൂർണ്ണമായി കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആനിനെ പൂർണ്ണമായി കൊണ്ട് പാരായണം ചെയ്തിരുന്നു എന്നുള്ളതെല്ലാം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് അവരെ പിൻപറ്റി വന്നിട്ടുള്ള താബിഈങ്ങളും താബിഈങ്ങളും എല്ലാം തന്നെ ഇതുപോലെ ഖുർആനിനായി കൊണ്ട് അവരുടെ സമയം അവർ മാറ്റിവെച്ചതായി കൊണ്ട് കാണാം. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ്, അദ്ദേഹം റമദാനായി കഴിഞ്ഞാൽ അദ്ദേഹം വലിയ ഹദീസ് പണ്ഡിതനാണ്. എന്നാൽ അദ്ദേഹം റമദാനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മറ്റുള്ള എല്ലാ ദർസുകളും മാറ്റിവെച്ചുകൊണ്ട് ഖുർആനിന് വേണ്ടി കൊണ്ട് മാത്രം അദ്ദേഹം മാറിയിരിക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സുഫിയാൻ സൗരി റഹിമഹുല്ലയും ഇതുപോലെ മറ്റുള്ള ഇബാദത്തുകളെ കുറച്ചുകൊണ്ട് ഖുർആനിന് വേണ്ടി കൊണ്ട് അദ്ദേഹം കൂടുതൽ സമയം മാറ്റിവെക്കുമായിരുന്നു എന്നെല്ലാം നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇമാമുൽ ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഓരോ പകലിലും ഒരു ഖത്തം തീർക്കും, ഖുർആനിനെ ഓരോ പകലിലും ഒരു ഖത്തം തീർക്കും. അതുപോലെ തന്നെ തറാവീഹിന് ശേഷമുള്ള രാത്രി സമയത്ത് 3 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തമും അദ്ദേഹം ഓതി തീർക്കുമായിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുപോലെ ഏറെ പ്രധാനപ്പെട്ടതാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ പ്രഗൽഭനായിട്ടുള്ള ശിഷ്യനാണ് റബീഉ ഇബ്നു സുലൈമാൻ റഹിമഹുല്ലാഹ്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ ഹദീസുകളും ചരിത്രങ്ങളും എല്ലാം നിവേദനം ചെയ്തിട്ടുള്ള റാവി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം തന്റെ ഉസ്താദായിട്ടുള്ള ഇമാം ശാഫിഈ റഹിമഹുല്ലാഹയെ കുറിച്ച് പറയുന്നത് കാണാം, അദ്ദേഹം റമദാൻ മാസത്തിൽ 60ഓളം ഖത്തമും ഖുർആൻ പരിപൂർണമായി കൊണ്ടും ഓതി തീർക്കുമായിരുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നു. ഇതെല്ലാം നമുക്ക് വളരെയധികം കൗതുകത്തോടു കൂടിയും അതിശയോക്തിയോടുകൂടിയും ഇതെല്ലാം നടക്കുമോ എന്നുള്ള ഒരു രൂപത്തിലുമായിരിക്കാം നമ്മളെല്ലാം ഇതിനെ നോക്കിക്കാണുന്നത്. എന്നാൽ ഇതെല്ലാം സാധ്യമാണ് എന്നുള്ളത് തന്നെ നമുക്ക് തന്നെ മറ്റൊരു രൂപത്തിൽ ചിന്തിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മെ മുൻനിർത്തിക്കൊണ്ടല്ല അവരെ നമ്മൾ വിലയിരുത്തേണ്ടത്, നമ്മളെ പോലെയല്ലായിരുന്നു അവരെല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് വളരെ ചെറുപ്പകാലത്ത് തന്നെ ധാരാളം കിതാബുകൾ ഹിഫ്ദുള്ള മനപ്പാഠമുള്ള വലിയ ഹൃദയത്തിന്റെ മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെ മുസ്ഹഫ് മറിച്ചു അതുപോലെ തന്നെ സമയമെടുത്തും പാരായണം ചെയ്യേണ്ടുന്ന ആളുകളല്ല അവർ, മറിച്ച് പരിപൂർണമായിട്ടും ഹൃദയത്തിൽ ഖുർആൻ ആഴ്ന്നിറങ്ങി അതിന്റെ അർത്ഥതലങ്ങളും എല്ലാം തന്നെ പരിപൂർണാർത്ഥത്തിൽ ഹിഫ്ദുള്ള മനപ്പാഠമുള്ള ആളുകളായിരുന്നു. അവരുടെ നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാം അവർക്ക് ഖുർആൻ പാരായണം ചെയ്യുവാനും സാധിക്കുമായിരുന്നു. അത്തരത്തിൽ അവർ ഖുർആനിനെ അവരുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചിരുന്നു എന്നുള്ളത് കാണാം. അതുപോലെ തന്നെ സമയത്തിൽ ബറക്കത്തുള്ള, അതുപോലെ തന്നെ അവരിലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബറക്കത്തുള്ള ആളുകളായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ കൽപ്പനകളെ അവർ അത്രമേൽ നെഞ്ചേറ്റിയിരുന്നു, അതിനുവേണ്ടി കൊണ്ട് തുനിഞ്ഞിരുന്നിരുന്നു എന്നുള്ളതാണ് ഈ ചരിത്ര ശകലങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. ഞാൻ പറയുന്നതിന്, നമ്മൾ കേൾക്കുന്നതിനും പറയുന്നതിനും എല്ലാം അപ്പുറം
എത്രത്തോളം റമദാൻ മാസത്തിൽ നമുക്ക് നമ്മുടെ ഖുർആനുമായി കൊണ്ട് ബന്ധം സ്ഥാപിക്കുവാൻ, അത് പാരായണം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും ആലോചിക്കേണ്ടതും. നമ്മൾ നമ്മെക്കുറിച്ച് മാത്രം നോക്കിയാൽ മതി, നമ്മൾ നമ്മളെ വിലയിരുത്തിയാൽ മതി. എത്ര കണ്ട് നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്, അതിനുവേണ്ടി സമയം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ റമദാനിൽ എത്ര കണ്ട് നമുക്ക് ഈ ഖുർആനിനോട് കൂറ് പുലർത്തുവാൻ നമുക്ക് സാധിച്ചിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഈ സമയത്ത് വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും റമദാൻ മാസത്തിൽ അതിന്റെ പ്രാധാന്യം അധികരിക്കുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തോടായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, 3 ദിവസത്തിൽ കുറഞ്ഞ സമയത്ത് നീ ഖത്മ് ഓതി തീർക്കരുത്, ഖുർആൻ ഓതി തീർക്കരുത്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ ചിന്തിക്കുവാൻ സാധിക്കുകയില്ല അതിലും കുറഞ്ഞ സമയത്തിൽ പാരായണം ചെയ്താൽ എന്നുള്ള ഒരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും ഉദ്ധരിക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. അഥവാ ഖുർആൻ പൂർണ്ണമായിക്കൊണ്ടും ഓതി തീർക്കേണ്ടുന്ന കുറഞ്ഞ അളവായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നിശ്ചയിച്ചു കൊടുക്കുന്നത് 3 ദിവസമാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരും സഹാബാക്കളും എല്ലാം ഒരു ദിവസത്തിൽ തന്നെ 2 ഖത്മെല്ലാം തീർത്തു? അതുപോലെ തന്നെ ഖിയാമുൽ ലൈൽ നിന്ന് നമസ്കരിക്കുന്ന വേളയിൽ ഖുർആൻ പരിപൂർണമായി കൊണ്ട് മോദി തീർത്തു എന്നെല്ലാം പറയുന്നതും ഇതും തമ്മിൽ വൈരുദ്ധ്യമാകില്ലേ എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട് എങ്കിൽ പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ള മറുപടി, അഥവാ ഈ പറഞ്ഞിട്ടുള്ളത് റമദാനിൽ അല്ലാത്ത ദിവസങ്ങളെ സംബന്ധിച്ചാണ്. അല്ലാത്ത സമയങ്ങളിൽ ഒരു മനുഷ്യൻ ഖുർആൻ ഓതി തീർക്കുകയാണെങ്കിൽ 3 ദിവസത്തിൽ കുറഞ്ഞ സമയത്ത് ഓതി തീർക്കാൻ പാടില്ല. എന്നാൽ റമദാനിൽ ആ വിധിയല്ല. റമദാനിൽ 3 ദിവസത്തിലും കുറഞ്ഞ സമയത്ത് ഖുർആൻ പൂർണ്ണമായി കൊണ്ട് ഓതി തീർക്കുവാൻ പറ്റുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് റമദാനിൽ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിക്കൊണ്ടാണ്. റമദാനിൽ ഖുർആനുമായി കൊണ്ട് പാരായണം ചെയ്യുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും അതിന്റെ അർത്ഥതലങ്ങളിലൂടെ കടന്നു പോകുവാനും നമുക്ക് എത്ര കണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപമകൾ ഏറെ ഖുർആനിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഒരുപാട് ഇടങ്ങളിലായി കൊണ്ട് പറയുന്നുണ്ട്, അവർക്ക് നാം ഉപമകളെ പറഞ്ഞു കൊടുത്തു, അവർ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിക്കൊണ്ട്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായിക്കൊണ്ട് പറഞ്ഞു തരുന്ന ഒരു ഉപമയുണ്ട്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി കൊണ്ട് ഇറക്കി തന്നിട്ടുള്ള അവസാനത്തെ വേദഗ്രന്ഥമായിട്ടുള്ള ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിന് മുകളിലേക്കാണ് ഇറക്കിയത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ടുള്ള ഭയത്താൽ അത് പൊട്ടിപ്പോകുമായിരുന്നു, അത് പൊട്ടിപ്പിളരുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. എന്തുകൊണ്ട്? മിൻ ഖശിയത്തില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ടുള്ള ഭയമാണ്. ഖുർആനിനെ പാരായണം ചെയ്യുന്ന, ഖുർആനിനെ കേൾക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ടുള്ള ഭയം അത് ഉടലെടുക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ഹുദയായിട്ടുള്ളത്. അത്തരത്തിലുള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ശിഫാ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാൽ 2-ാമത്തെ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളെ അവർക്ക് മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങി പോകുമാറ് അവർ ഭയപ്പെട്ടു പോകും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുറിച്ചുള്ള ചിന്തകൾ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുമെന്നുള്ളതാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖമറിലൂടെ 4ഓളം സ്ഥലങ്ങളിൽ ഇതേ ആയത്ത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. ചിന്തിച്ച് മനസ്സിലാക്കുന്ന, ചിന്തിച്ച് തിരിച്ചറിയുവാൻ വേണ്ടിക്കൊണ്ട് പണിപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ. പക്ഷേ ജനങ്ങളിൽ അധിക ആളുകളും അതിനെക്കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കുവാൻ
പണിപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിനെ കുറിച്ച് അത് ഓതുന്നതിനപ്പുറം അതിന്റെ അർത്ഥതലങ്ങളിലൂടെ കടന്നു പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് അല്ലാഹു ചോദിക്കുന്നത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? അതല്ല, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഖുർആനിനെ കുറിച്ച് പഠിച്ച് ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കുന്ന, ഖുർആനിനെ ജീവിതത്തിൽ പകർത്തുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്തും പരലോകത്തും വിജയവും സമാധാനവും മാത്രമാണ് ലഭിക്കുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അഥവാ ഈ ലോകത്ത് നമ്മൾ തേടുന്നത് സന്തോഷവും സമാധാനവും വിജയവും തന്നെയാണ്. ഇഹലോകത്തും പരലോകത്തും നമ്മൾ അതിനു വേണ്ടിക്കൊണ്ടാണ് ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിക്കൊണ്ടാണ് നമ്മൾ പണിപ്പെടുന്നതും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നമ്മളെല്ലാം ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ്. സ്വസ്ഥതക്കും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും അധ്വാനിക്കുന്നതും അതിനു വേണ്ടിക്കൊണ്ടാണ് നമ്മൾ കഷ്ടപ്പെടാറുള്ളതും. എന്നാൽ നമ്മൾ അറിയേണ്ടത്, നമ്മുടെ ജീവിതത്തിന് ചുറ്റുമുള്ള നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പ്രശ്നകലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിനിടയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സമാധാനം പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ കൈകളിലുള്ള ഖുർആനിലുണ്ട്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിക്കുകയും അള്ളാഹുവിനെ തൊട്ടുള്ള സ്മരണയാൽ ഹൃദയം ശാന്തി അടഞ്ഞിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ, ഹൃദയങ്ങൾ ശാന്തി അടയുന്നത്, ഹൃദയങ്ങളിൽ സമാധാനം അത് ഉണ്ടാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ടുള്ള സ്മരണ കൊണ്ടാണ്. എവിടെയുള്ള ദിക്റുള്ള എന്നതിനെ വിശദീകരിക്കുന്നിടത്ത് അത് ഖുർആനാണ് എന്നും മുഫസ്സിരീങ്ങൾ പറഞ്ഞു വെച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ആ ഖുർആനിനെ എടുത്തു പരിശോധിക്കുവാനും അതിന്റെ താളുകളിലൂടെ കടന്നു പോകുവാനും അതിനെ ചിന്തിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് സാന്ദർഭികമായി കൊണ്ട് പറയുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആഉൽ ഖർബ് അഥവാ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന വേളയിൽ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയായിക്കൊണ്ട് അല്പം സുദീർഘമായിട്ടുള്ള പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലും നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിക്കൊണ്ട് പ്രവാചകൻ ആവശ്യപ്പെടുന്നത്, അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖൽബി. അല്ലാഹുവേ, ഈ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി തീർക്കണമേ എന്നുള്ളതാണ്. ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമായി തീർന്നിട്ടുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഞെട്ടോട്ടമോടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ജീവിതത്തിലെ ഏതെല്ലാം പ്രയാസങ്ങളും ഏതെല്ലാം പ്രതിസന്ധികളും എത്രത്തോളം മനസ്സിലേക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇരച്ചു കയറിയാലും അവിടെയെല്ലാം മനസ്സമാധാനത്തോടു കൂടി അതിനെ നേരിടുവാനും അതിനെ കൈകാര്യം ചെയ്യുവാനും ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമായ ഒരു മനുഷ്യന് സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, പരലോകത്തും അതിന്റെ ഒരുപാട് അസറുകൾ, അതിന്റെ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, നാളെ ഖുർആൻ ലോകത്ത് പാരായണം ചെയ്തിട്ടുള്ള ഒരു വിശ്വാസിയോട് അവിടുന്ന് പറയപ്പെടുമെന്നുള്ളതാണ്, യഖാലു ലിസാഹിബിൽ ഖുർആൻ ഇഖ്റഅ വർതഖ്. നീ പാരായണം ചെയ്തുകൊള്ളുക, അതിനനുസരിച്ച് സ്വർഗത്തിലെ ഓരോ ദറജകളും നീ ഉയർന്നുകൊള്ളുക. എന്നാൽ എങ്ങനെ? വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ് ദുനിയ. ദുനിയാവിൽ നീ പാരായണം ചെയ്ത പോലെ അത് എത്രയാണോ അത്രത്തോളം നീ പാരായണം ചെയ്തു കൊള്ളുക. സ്വർഗത്തിലെത്തിയതിനു ശേഷമാണ് പറയുന്നത്, അതിനനുസരിച്ച് പാരായണം ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ ദറജകൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദുനിയാവിൽ എത്രത്തോളം പാരായണം ചെയ്തുവോ അത്രത്തോളം ദറജകൾ അവിടെ ഉയർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് അവനോട് പറയപ്പെടും എന്നുള്ളതാണ്, ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. നീ ദുനിയാവിൽ അവസാനമായി കൊണ്ട് പാരായണം ചെയ്തിട്ടുള്ള ആയത്തുണ്ടല്ലോ, അതെത്തുന്നത് വരെ നീ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക. അതിന്റെ അവസാനത്തെ ആയത്ത് മോദി തീരുന്നിടത്താണ് നിന്റെ സ്വർഗത്തിലെ സ്ഥാനമെന്ന് അവനോട് പറയപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുറച്ചാണെങ്കിലും അത് നിലനിർത്തിക്കൊണ്ടു പോകുക എന്നുള്ളതാണ് പ്രധാനം. അത്രത്തോളം ദുനിയാവിൽ നിന്നും ഇന്ന് നമുക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന ഓരോ ആയത്തുകളും പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്ത് നമ്മുടെ ദറജകൾ നമുക്ക് ഉയർത്തിക്കിട്ടുവാൻ കാരണമാകും എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഖുർആനിനെ വിട്ടുകളഞ്ഞുകൊണ്ട്
ഇതിലെ കൽപ്പനകളോട് മുഖം തിരിച്ചുകൊണ്ട് ഖുർആനിലെ അധ്യാപനങ്ങളെ പുറങ്കാൽ കൊണ്ട് തട്ടിമാറ്റിക്കൊണ്ട് ജീവിതത്തെ തന്നിഷ്ടങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് ജീവിതത്തെ തിരിച്ചുവിടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ഇഹലോകത്തും പരലോകത്തും നമുക്ക് വരിക നഷ്ടം മാത്രമാണ് എന്നുള്ളതാണ്. സൂറത്ത് ത്വഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം വളരെ വ്യക്തമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെയുള്ള പരലോകത്തുള്ള നമ്മുടെ അവസ്ഥയെക്കുറിച്ചും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ കലാമായ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദിക്റിനെ, ഈ ഉത്ബോധത്തിനെ വിട്ടുകൊണ്ട് അതിനോട് മുഖം തിരിച്ചുകൊണ്ട് ജീവിതത്തിൽ തന്റെ ഇഷ്ടങ്ങൾക്കും തന്റെ രൂപങ്ങൾക്കും വേണ്ടിക്കൊണ്ട് ജീവിതത്തെ മാറ്റിമറിച്ച ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ അഅറദ അൻ ദിക്രി, എന്റെ ഈ ഉത്ബോധനത്തെ തൊട്ട് പിന്തിരിഞ്ഞ ആളുകൾ ഫഇന്നഹു മഈശതൻ ദൻക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവർക്ക് ഇഹലോകത്ത് വളരെ കുടുസമായിട്ടുള്ള ജീവിതമായിരിക്കും. മഈശതൻ ദൻക, അതിനെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് വിവക്ഷകൾ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമാണ്, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ കുടുസത വരുമെന്ന് പറഞ്ഞാൽ അതിന് മുഫസ്സിറുകൾ പറയുന്ന ഒരു വിവക്ഷ ഇങ്ങനെയാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ ഖുർആനും അതുപോലെ തന്നെ അല്ലാഹു നിർബന്ധമാക്കിയിട്ടുള്ള നോമ്പും നമസ്കാരവും എല്ലാം ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം, വിശ്വാസികളാണ്. എന്നാൽ ഖുർആനിലൂടെ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പനകളെ പരിപൂർണമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസ ദൃഢത നമുക്ക് നൽകുകയില്ല. നമ്മുടെ വിശ്വാസത്തിൽ തന്നെ നമുക്ക് സംശയങ്ങളായിരിക്കും. അള്ളാഹുവിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് അതിലൊന്ന് പറയുന്നത്. അങ്ങനെ സംശയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പൂർണ്ണാർത്ഥത്തിൽ ഈ ഖുർആനിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഈ മതത്തെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. ഈ ഖുർആനിലാണ് മനഃശാന്തി ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് മഈശതൻ ദൻക, കുടുസമായിട്ടുള്ള ജീവിതമായിരിക്കും. അവര് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഈ ലോകത്ത് ഒരു പക്ഷേ അവന് സാധിച്ചേക്കാം, ഇഷ്ടമുള്ളത് കഴിക്കാൻ അവർക്ക് സാധിച്ചേക്കാം, ഇഷ്ടമുള്ളത് വാങ്ങുവാനും ആസ്വദിക്കുവാനും അവർക്ക് സാധിച്ചേക്കാം. പക്ഷേ അവിടെയൊന്നും അവർക്ക് ഒരു തൃപ്തി നേടുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അതിന്റെ വിവക്ഷ എന്ന് പറയുന്നു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ അവനെ അന്ധനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളതാണ്. ആ സമയത്ത് അവൻ പറയും, ഖാല റബ്ബി ലിമ ഹശർതനി അഅമ, എന്തിനാണ് റബ്ബേ എന്നെ അന്ധനായിക്കൊണ്ട്, കണ്ണ് കാണാത്തവനായിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? വഖദ് കുൻതു ബസീറ, ദുനിയാവിൽ കാഴ്ച ശക്തിയുള്ള കണ്ണ് കാണുന്നയാളായിരുന്നല്ലോ ഞാൻ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും എന്നുള്ളതാണ്, ഖാല കദാലിക അതത്ക ആയാതുന വനസീതഹാ വകദാലിക യൗമ തുൻസാ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്തുകൾ, ഈ ദൃഷ്ടാന്തങ്ങൾ നിന്റെ മുമ്പിലൂടെ കടന്നു വന്നിരുന്നു. ഖുർആൻ നിന്റെ കയ്യെത്താ ദൂരത്തുണ്ടായിരുന്നു, പക്ഷേ നീ അന്ന് അതിനെ മറന്നു കളഞ്ഞു. വകദാലിക യൗമ തുൻസാ, അതുപോലെ ഇന്ന് ഇതാ ഞാൻ തന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ്. വദാലിക, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വകദാലിക നജ്സി മൻ അസ്റഫ വമൻ ലം യുഅ്മിൻ ബിആയാതി റബ്ബിഹി വലഅദാബുൽ ആഖിറതി അശദ്ദു വഅബ്ഖ. അപ്രകാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ അതിരു കവിഞ്ഞിട്ടുള്ള, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ വിശ്വസിക്കാത്ത ആളുകൾക്ക് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക എന്നും, അതുപോലെ തന്നെ ആഖിറത്തിലെ പരലോകത്തെ ശിക്ഷയാണ്, അതാണ് ഏറ്റവും കഠിനവും അതാണ് എന്നും നിലനിൽക്കുന്നതും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കുടുസതയും മനഃശാന്തി നമ്മിൽ നിന്നും അകറ്റപ്പെടുവാനുമുള്ള കാരണമാണ് ഖുർആനിനെ വിട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റൊരു വഴിയിലേക്ക് ദിശ തെളിച്ചാൽ
എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ പാരായണം ചെയ്യുവാനും അതിനെ മനഃപ്പാഠമാക്കുവാനും അതുപോലെ തന്നെ അതിലെ നിയമങ്ങളെ ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ചില പ്രത്യേകക്കാരെയുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ, അവരാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള ആ പ്രത്യേകക്കാർ ആരെന്ന് പറയുന്ന സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറയുന്നത് ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വ ഖാസതു, അവർ ഖുർആനിന്റെ ആളുകളാണ്, അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകക്കാരുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടുന്ന ആ പ്രത്യേകക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടിക്കൊണ്ട് ഖുർആനിന്റെ ആളുകളായി തീരുവാൻ നമ്മൾ പരിശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് ഈ ഖുർആൻ നമുക്ക് ശഫാഅത്ത് ചെയ്യുവാൻ വേണ്ടിക്കൊണ്ട് ഈ നോമ്പും ഖുർആനുമെല്ലാം കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഖുർആൻ നമുക്കുള്ള ഹുജ്ജത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വൽ ഖുർആൻ ഹുജ്ജത്തുൻ ലക ഔ അലൈക്, ഖുർആൻ എന്നുള്ളത് നമുക്ക് അനുകൂലമായി കൊണ്ടും പ്രതികൂലമായി കൊണ്ടും സാക്ഷിയായി കൊണ്ട് നാളെ പരലോകത്ത് കടന്നു വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആൻ അനുകൂലമായി കൊണ്ട് സാക്ഷി പറയുന്ന ആളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി കൊണ്ട് നമ്മൾ പരിശ്രമിക്കുക, ഖുർആനിന്റെ ആളുകളാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഇഷ്ടദാസന്മാരുടെ പ്രത്യേകക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി കൊണ്ട് പരിശ്രമിക്കുക. ദിവസം കുറച്ചെങ്കിലും ആ ഖുർആനിനെ നമ്മൾ പാരായണം ചെയ്യുവാനും വില കൽപ്പിക്കുവാനും അത്തരത്തിൽ ഈ റമദാനിൽ ഒരു തവണയെങ്കിലും ഖുർആനിനെ പരിപൂർണമായി കൊണ്ട് ഓതി തീർക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. Thank you.